നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എന്താണ് ഒരു സർവൈവൽ സീരീസാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതൊരു നല്ല വേർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വേർഡാണ് തോന്നുന്നുണ്ട്. ആദ്യം നിന്ന് ഷീപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. അവിടെ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ മരവും കിട്ടി. എന്ന് നല്ല ലക്കാണ് എനിക്കത്. ആർക്കും ഇങ്ങനത്തെ ലക്കുണ്ടാവണമെന്ന് തോന്നുന്നു. നമുക്ക് മരം കിട്ടിയിട്ട് ആക്സ് ഉണ്ടാക്കണം. എന്നിട്ട് എന്താണ് ഇവരൊക്കെ അങ്ങോട്ട് കൊന്നിടണം. എന്തൊക്കെ പണികളാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ. ഞാൻ അതിനിടയിൽ പെട്ടെന്ന് നല്ല ഉണ്ടാക്കി കഴിയണം. 2 സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇവരൊക്കെ ആദ്യം കൊന്നിട്ട് വേണം നമുക്ക് ഇനി മൈൻഡ്. ആദ്യം കൊല്ലാതാണല്ലേ നമുക്ക്. കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിഗ്ഗിനും കൂടെ ഇതെന്താ ചാവാത്ത പവർഫുൾ പിഗ്ഗാണല്ലോ. ഓ എൻ്റെ ഒരു ഹാർട്ടും പോക്കി. ഇതൊരു നല്ല ഇല്ലെന്താ അങ്ങോട്ട് പോവാം. അതിന് മുമ്പ് കുറച്ചൊന്ന് ഇത് ആരാ ഇവിടെ ആരോ ജീവിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നു. ആരാ ആദ്യം പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കകത്ത് പോവാം. നമുക്ക് ഇന്ന് കുറച്ച് സ്റ്റോണി കളക്ട് ചെയ്തിട്ട് എന്താണ് നമുക്ക് കേവ് കണ്ടുപിടിക്കാൻ പോകാം. ഇവിടെ എവിടെയെങ്കിലും കേവ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ സ്റ്റോണൊക്കെ അങ്ങോട്ട് കളക്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ എൻ്റെ 27 കോബിൾ സ്റ്റോൺ ഉണ്ട്. നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. 4 സ്റ്റിക്ക് തികയെന്ന് തോന്നുന്നുണ്ട്. ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ആക്സ് ഉണ്ട്. സ്വാഡ് അല്ല ആക്സ് എന്ത് ആക്സാണോ സ്വാഡാണോ എടുക്കേണ്ടപ്പോൾ? ഇല്ല, ആക്സ് എടുത്താൽ പിന്നെ 2 അടിക്കാനും പറ്റും. നമുക്ക് മറ്റേതും ചെയ്യാൻ പറ്റും. മരവും വെട്ടാം. അപ്പോൾ ഇതായിരിക്കും കൂടുതൽ ആവശ്യം. അല്ല ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഒരു സ്വാഡും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വിചാരിച്ച സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റൂല. സ്റ്റിക്ക് തികയൂല. എന്ത് വിളിച്ചു പറയുന്നത്. നമുക്ക് ബാക്കി ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബോളും കൂടി ആവശ്യമാണ്. ഒരു ഷീപ്പ് ഇട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ ഇത് മാറ്റുന്നു. അവിടെ പൂക്കളുണ്ട്. ആ പൂക്കൾ വെച്ചിട്ട് ഇതിൻ്റെ കളറെ ഞാൻ മാറ്റും. ആദ്യം നമുക്ക് ഇവൻ്റെ ഉള്ളിൽ എടുക്കാം. എന്നിട്ട് നമുക്കൊരു 3 പൂ ഇറക്കണം. പൂവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എന്തായാലും റെഡ് ആയിരിക്കും. എനിക്കും ഇഷ്ടമുള്ള കളർ റെഡാണ്. അപ്പോൾ ഞാൻ റെഡ് പൂ എടുക്കാം. റെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 പൂവിന് ഇല്ലല്ല ആദ്യം നമുക്ക് ഡൈ ഉണ്ടാക്കണം. ഡൈ 3 ഉണ്ടാക്കി ഇനി ഇവിടെ ഈ 2 ഉണ്ടാക്കണം. എനിക്ക് ഇരിക്കുന്ന ബ്രൗൺ പൂവിന് റെഡ് ആക്കണം. 3 നമുക്ക് റെഡ് പൂൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ അടിച്ചു വന്നാൽ പിന്നെ നമുക്ക് ലെതർ കിട്ടും. അവിടെ ഓടുന്നുണ്ടാവും എന്തെങ്കിലും വിളിച്ചിട്ട്. എന്ത് ഞാന് കരയാനറിഞ്ഞൂടാ. അങ്ങനാണെങ്കിൽ വരിയോ? അങ്ങോട്ട് പോവാം. അവിടെ ചിലപ്പോൾ പോകുന്നുണ്ടെങ്കിൽ നന്നായി വരും. അപ്പോൾ നമുക്ക് അയറണൊക്കെ കിട്ടും. ഗൈസ് ഇവിടെ വില്ലേജ് കണ്ടുപിടിച്ചാലേ വില്ലേജ് ഇവിടെ ഉണ്ടാവുമോ? അത് നിരപ്പ് സ്ഥലങ്ങളിലാണ് വില്ലേജ് ഉണ്ടാവുക സാധാരണ. പക്ഷെ ഇവിടെ ഉണ്ടാവുക അറിഞ്ഞൂടാ. ആ ഐലൻഡിൽ പോയി നോക്കണം. ആദ്യം നമുക്ക് ഈ ഐലൻഡ് നോക്കാം. ഫുള്ള് നോക്കണം. കുറച്ച് ഷീപ്പിന് വെട്ടണം. ഷീപ്പില്ല ഗൈസ് എന്താണ് പന്നീനെ വെട്ടി കൊല്ലണം. ഗൈസ് നമുക്ക് അങ്ങോട്ട് നമുക്ക് വീടുണ്ടാക്കാൻ കുറച്ച് മരം ആവശ്യമായിരിക്കും. കുറച്ച് മരവും വെട്ടണം. വില്ലേജ് എനിക്ക് തപ്പാൻ ഇഷ്ടമല്ല കേട്ടോ. ഒരു സാധനം എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. വില്ലേജ് ഇവിടെ ഉണ്ടാവില്ല. ഇതെന്ത് ചീത്ത ഐലൻഡാണ്. ഗൈസ് അങ്ങോട്ട് പോയിട്ട് നമുക്ക് തപ്പാം. ഗൈസ് അങ്ങോട്ട് വേണ്ടി കൂടെ ഇറങ്ങാമല്ലോ. അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാവില്ലേ മറ്റേ അവിടത്തെ അതേപോലെ ഒരാൾ ശൂലവും എടുത്ത് തരും. ഓ ഗൈസ് നിങ്ങളത് കാണുക. ഗൈസ് എനിക്ക് സന്തോഷമുണ്ട്. ഓ എടാ വില്ലേജ്
വില്ലേജ് ഉണ്ട്, ഒരു കുട്ടിയുണ്ട്, ഒരു ചെസ്റ്റും ഉണ്ട്. കുറവില്ല ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് വെച്ചിട്ടാണ് പൊളിക്കേണ്ടത്. ഇല്ല, ഇത് വെച്ചിട്ടില്ല. നമുക്ക് ഈ ചെസ്റ്റ് തുറന്ന് നോക്കാം. ഓ ഗൈസ്, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തോ സാധനമാണ് ഗൈസ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നല്ല സാധനമായിട്ട് പ്രതീക്ഷിക്കുന്നത്. വെറുതെ നമ്മൾ വൂളൊക്കെ കളക്ട് ചെയ്ത്. പിന്നെ ഇതെന്താ സാധനം? ലോഡ് സ്റ്റോൺ. നല്ല ഡിസൈനുള്ള സാധനം. പിന്നെ ഒരു ഫയർ പ്രൊട്ടക്ഷൻ്റെ. ഇതെന്താ? അൺബ്രേക്കബിൾ. ഓ സീനാണല്ലോ ഗൈസ് ഇതൊക്കെ. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എത്ര പെട്ടെന്ന് ഗോൾഡ് കിട്ടും നോക്കാം. ഓ അയ്യോ, ഇതെന്താ എനിക്ക് കിട്ടാത്തേ? അയ്യോ, ഇതെന്തിൻ്റെ ഗോൾഡ് അങ്ങോട്ട് പോയി? എനിക്ക് ഗോൾഡ് കിട്ടിയില്ല എൻ്റെ. ആയി കുട്ടി കുട്ടി കുട്ടി. ആ കരിഞ്ഞ അണ്ടിയിൽ ഉമ്മ വെച്ച് പോയി. നമുക്ക് വില്ലേജിലെത്താൻ നോക്കാം. വില്ലേജിൽ ഈ സാധനം ഇത് വെച്ചിട്ടുള്ള ഒത്തിരി ഗ്യാസ്. ഇത് വെച്ച് പെട്ടെന്ന് ഒത്തിരി ഗ്യാസ്. ഭക്ഷണത്തിന് കുറവുണ്ട് ഗൈസ്. ഇവിടെ ചെസ്റ്റ് ഒന്നുമില്ല. നമുക്ക് മുകളിലോട്ട് വരാം. അവിടെ ഇത് വെറും ബാൽക്കണിയാ. എന്തൊരു ബെഡും ബാൽക്കണിയും. ഇതാ അവിടെ ഒരു കേവ് കിട്ടി. വില്ലേജ് കിട്ടി. മറ്റേ പോർട്ടലും കിട്ടി. ഇതാ ഗൈസ് അയറൺ ഗോലം. രണ്ടാമത്തെ പാർട്ടിൽ എന്തായാലും നമ്മൾ അയറൺ ഗോലത്തിന് കൊല്ലും. എൻ്റെ അന്ത്യാണാ. അടുത്ത പാർട്ടിൽ എന്തായാലും എൻ്റെ അന്ത്യാണ്. എന്താ ചോന്നുണ്ടോന്ന് കണ്ണുകൊണ്ട് നോക്കുന്നു. ഉണ്ടക്കണ്ണ വാ ഗൈസ്, നമുക്ക് മുകളിലോട്ട് കയറാം. എനിക്ക് ഫുഡാണ് വേണ്ട. ഫുഡ് വാ. എമിത്തിസ്റ്റില്ല എന്തോ ഒരു പേരാണ് എൻ്റെ. നമുക്ക് അകത്തോട്ട് വരാം. ഇവിടുന്ന് കൂടി നല്ല ലൂട്ട് കിട്ടും ഗൈസ്. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു അയറണെങ്കിലും എനിക്ക് കിട്ടും. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ അയറണം കൂടിയും കിട്ടിയിട്ട് നമുക്ക് നമ്മളെ സാധനങ്ങളൊക്കെ പൊരിച്ചിട്ട് തിന്നു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഇവിടെ നിന്ന് അതിൻ്റെ അയറൺ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അയറൺ കിട്ടുന്നു. ഗൈസ് ആപ്പിളും കിട്ടി. ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കാം. കുറച്ച് മരം കാണാം ഗൈസ്. ഇതെന്ത് സാധനം? റിപ്പയർ ഡിസൈൻ ചാൻഡോ എന്ത് ചോർന്ന ലൈസ്. ഞാൻ കുറേ പണ്ടായിരുന്നു കളിക്കൽ ഈ ഗെയിമൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തിട്ട് പൊരിക്കും. ഒരു കഷ്ടമായി പോയല്ലോ. ഇനി എനിക്ക് എന്ത് ചെയ്യും? നമുക്ക് വീടിനകത്ത് ഒരു കിടക്കാം. എവിടെ? അയ്യോ, ഞാനിപ്പോൾ ചാവുമെന്നാ തോന്നുന്നു. വെറുതെ നിന്നെ ഫുഡൊക്കെ ഞാൻ എന്താ പ്രാന്തം. എനിക്ക് ഇവിടുന്ന് പറിച്ചാൽ പോലെ. അത് ഞാൻ മറ്റേ സാധനവും പറിച്ചിരുന്നു. അടാ കുട്ടിയാണ്ട് എനിക്ക് എണീപ്പിക്കാൻ തോന്നുന്നില്ല. നീ പിടിച്ചോ. എടാ അത് പുറത്തോട്ടിറങ്ങി. സോംബിനെ കൊല്ലൂല അതിനെ. ജീവൻ കൊടുത്തിട്ടായിരുന്നു. എൻ്റെ നെഞ്ചൊരു നിമിഷത്തേക്ക് ഇടിച്ചു ഗൈസ്. ഞാൻ പേടിച്ചു. ആ ക്യാരറ്റ് വെട്ടിന് കുറച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് എന്തായാലും കുറച്ച് നട്ടിട്ട് നമുക്ക് ഇവിടെ തന്നെ നടും. മൂന്നാമത്തെ പാർട്ടി ആയിട്ട് നമ്മൾ ഇവിടെ നടും. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കൂടി നമ്മൾ ഗോൾഡൻ ക്യാരറ്റാക്കും ഗൈസ്. ഗോൾഡൻ ക്യാരറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ടാറ്റാ ബൈ സീ യു. എൻ്റെ സ്കിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് എനിക്കിഷ്ടം.